കുട്ടികളുടെ ബുദ്ധിശക്തിയും മാനസിക വളർച്ചയും മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇസ്ലാമിക അധ്യാപനങ്ങളിലും ആധുനിക ശാസ്ത്രത്തിലും വളരെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഇവ രണ്ടും പരസ്പര പൂരകങ്ങളായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് താഴെ നൽകുന്നു. 1. ഇസ്ലാമിക കാഴ്ചപ്പാട്. ഇസ്ലാമിക് പെർസ്പെക്റ്റീവ്. ഇസ്ലാം അറിവിനും ചിന്താശേഷിക്കും വലിയ പ്രാധാന്യം നൽകുന്നു. കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് താഴെ പറയുന്ന കാര്യങ്ങൾ സഹായിക്കുമെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാരും ഗ്രന്ഥങ്ങളും സൂചിപ്പിക്കുന്നു. പ്രാർത്ഥന, ദുആ. ബുദ്ധിശക്തിക്കും അറിവിനും വേണ്ടി പ്രാർത്ഥിക്കാൻ ഖുർആൻ പഠിപ്പിക്കുന്നു. റബ്ബി സിദ്നി ഇൽമ, എന്റെ നാഥ, എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന പ്രാർത്ഥന പതിവാക്കുന്നത് നല്ലതാണ്. ഖുർആൻ പാരായണം. ഖുർആൻ ഓതുന്നതും കേൾക്കുന്നതും മനസ്സിന് ഏകാഗ്രത നൽകുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭക്ഷണരീതി. തേൻ, ഈന്തപ്പഴം, ഒലീവ് എണ്ണ, കരിഞ്ചീരകം എന്നിവ കഴിക്കുന്നത് ബുദ്ധിശക്തിക്കും ആരോഗ്യത്തിനും ഉത്തമമാണെന്ന് നബിവചനങ്ങളിൽ കാണാം. സൽസ്വഭാവം. അനാവശ്യമായ സംസാരങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ബുദ്ധിക്ക് തെളിച്ചമുണ്ടാക്കും. 2. ശാസ്ത്രീയ കാഴ്ചപ്പാട്. സയന്റിഫിക് പെർസ്പെക്റ്റീവ്. കുട്ടികളുടെ തലച്ചോറിന്റെ വികാസത്തിന് ശാസ്ത്രം നിർദ്ദേശിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ്. പോഷകാഹാരം, ന്യൂട്രീഷൻ. മസ്തിഷ്ക വികാസത്തിന് omega-3 ഫാറ്റി ആസിഡ്സ് അത്യാവശ്യമാണ്. മീൻ, നട്ട്സ്, വാൾനട്ട്സ്, മുട്ട, പഴവർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഉറക്കം, സ്ലീപ്പ്. കൃത്യമായ ഉറക്കം കുട്ടികളിലെ ഓർമ്മശക്തിയും ചിന്താശേഷിയും വർദ്ധിപ്പിക്കുന്നു. ദിവസവും 8 മുതൽ 10 വരെ മണിക്കൂർ ഉറക്കം അത്യാവശ്യമാണ്. വായനയും കളികളും. ചെറിയ പ്രായം മുതൽ കുട്ടികളെ വായന ശീലിപ്പിക്കുന്നത് ഭാഷാപരമായ കഴിവുകൾ കൂട്ടും. പസിലുകൾ. ലോജിക്കൽ തിങ്കിംഗ് വർദ്ധിപ്പിക്കും. സ്നേഹവും സുരക്ഷിതത്വവും. മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും നല്ല സാഹചര്യവും കുട്ടികളിലെ സമ്മർദ്ദം കുറയ്ക്കുകയും തലച്ചോറിലെ കോശങ്ങളുടെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു. അച്ചടക്കം, കൃത്യനിഷ്ഠയുള്ള ജീവിതശൈലി. 2 വിഭാഗവും ഒരേപോലെ നിർദ്ദേശിക്കുന്നു. അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം കുട്ടികളുടെ ശ്രദ്ധയും ബുദ്ധിശക്തിയും കുറയ്ക്കാൻ കാരണമാകുമെന്ന് ശാസ്ത്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനാൽ സ്ക്രീൻ ടൈം നിയന്ത്രിക്കുക എന്നത് വളരെ പ്രധാനമാണ്. കുട്ടികളുടെ ബുദ്ധിവികാസത്തെക്കുറിച്ച് ഇസ്ലാമും ശാസ്ത്രവും നൽകുന്ന ആഴത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി താഴെ വിവരിക്കുന്നു. 1. ഇസ്ലാമിക വീക്ഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ. ഇസ്ലാം ഒരു കുട്ടിയുടെ ജനനം മുതൽ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പ്രത്യേക ശ്രദ്ധ നൽകുന്നു. സ്തന്യപാനം, ബ്രസ്റ്റ് ഫീഡിംഗ്. ഖുർആൻ 2 വർഷം കുട്ടികൾക്ക് മുലപ്പാൽ നൽകാൻ നിർദ്ദേശിക്കുന്നു. സൂറത്ത് അൽ ബഖറ 233. ശാസ്ത്രീയമായും മുലപ്പാൽ കുട്ടികളുടെ മസ്തിഷ്ക വികാസത്തിന് ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ്. മനഃപ്പാഠമാക്കൽ, ഹിഫ്സ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നത് കുട്ടികളുടെ ഓർമ്മശക്തിയെ, മെമ്മറി പവർ, വളരെയധികം വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് തലച്ചോറിന്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. സത്സംഗം, ഗുഡ് കമ്പനി. ഒരാൾ തന്റെ സുഹൃത്തിന്റെ സ്വഭാവത്തിലായിരിക്കും എന്ന നബിവചനം കുട്ടികളുടെ സാഹചര്യത്തെ സൂചിപ്പിക്കുന്നു. നല്ല ചിന്താഗതിയുള്ള കുട്ടികളുമായുള്ള കൂട്ടുകെട്ട് അവരുടെ ബൗദ്ധികമായ വളർച്ചയെ സ്വാധീനിക്കുന്നു. 2. ശാസ്ത്രീയമായ ചില നുറുങ്ങുകൾ. സയന്റിഫിക് ഇൻസൈറ്റ്സ്. മസ്തിഷ്ക വികാസം വേഗത്തിലാക്കാൻ ആധുനിക ശാസ്ത്രം താഴെ പറയുന്നവ കൂടി നിർദ്ദേശിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തരുത്. ഇത് അവരുടെ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താൽപ്പര്യമുണ്ടാക്കുകയും ചെയ്യുന്നു. ശാരീരിക വ്യായാമം. കായികാധ്വാനമുള്ള കളികളിൽ ഏർപ്പെടുന്നത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും പുതിയ കോശങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. സംഗീതവും ഭാഷയും. ഒന്നിലധികം ഭാഷകൾ പഠിക്കുന്നത് കുട്ടികളുടെ ഐക്യു വർദ്ധിപ്പിക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ശബ്ദലയവും താളവും തജ്വീദ് ഇത്തരത്തിൽ ഗുണകരമാണ്. 3. മികച്ച ഭക്ഷണക്രമം. ഡയറ്റ് ഫോർ ബ്രെയിൻ പവർ. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളുടെ ഒരു പട്ടിക താഴെ നൽകുന്നു. ഭക്ഷണം. ലഭിക്കുന്ന ഗുണം. നെല്ലിക്ക, ഓറഞ്ച്, വിറ്റാമിൻ
C- കോശങ്ങളുടെ സംരക്ഷണം. ബദാം, വാൽനട്ട്, വൈറ്റമിൻ ഇ, ഒമേഗ 3 ഓർമ്മശക്തിക്ക് പാലും മുട്ടയും. പ്രോട്ടീൻ, കോളിൻ, തലച്ചോറിന്റെ ഘടനയ്ക്ക്. തേൻ, ഏകാഗ്രതയ്ക്കും ദഹനത്തിനും. 4 മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. വായനശീലം. ഉറങ്ങുന്നതിനു മുൻപ് കഥകൾ വായിച്ചു കൊടുക്കുന്നത് ഭാവനാലോകം വളർത്താൻ സഹായിക്കും. മൊബൈൽ ഫോൺ. 2-നും 7 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നൽകുന്നത് അവരുടെ ഏകാഗ്രത കുറയ്ക്കുകയും പെരുമാറ്റ വൈകല്യങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും.